പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ സാധാരണക്കാർക്ക് അടക്കമുണ്ട്. കാരണം ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയത് ബാക്കിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. കാരണം അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ ആരാണ് കട്ടത്, ആരാണ് കൊണ്ടുപോയത്, ആരാണ് ലാഭം കൊയ്തത്. പക്ഷെ ഇവിടെ ചോദിക്കേണ്ട 2-3 ചോദ്യങ്ങൾ ഈ ജനപത്തിൽ സോണിയാഗാന്ധിയുടെ വസതി എന്തെങ്കിലും പക്ഷത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ആ വസതിയിൽ 2 തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. ഇവരാ 2 തവണ സമ്മതിക്കുന്നില്ല. അതായത് ഈ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും വിലയുള്ളതാണ്. വിലയെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങുന്നതല്ല. ഈ കരുണാകരൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. ഹിമന്ത് വിശ്വ ശർമ്മ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം BJP-യിലോട്ട് പോയിട്ട്. അതുപോലെ തന്നെ അരുണാചൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഇവര് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് കൂട്ടത്തോടെ BJP-യിലേക്ക് പോയി. അപ്പം സോണിയയുടെ അപ്പോയിന്റ്മെന്റിന് ഒരുപാട് വിലയുണ്ട്. ഈ സ്വന്തം നേതാക്കൾക്കൊന്നും തന്നെ കാണാൻ അനുവാദം കൊടുക്കാത്ത സോണിയാഗാന്ധി എങ്ങനെയാണ് ഗോവർദ്ധനും പോറ്റിക്കും 2 തവണ കൊടുത്തത് എന്നുള്ളത്? ബെല്ലാരിയിലെ മുൻ MP ആണ് സോണിയാഗാന്ധി. എങ്ങനെയാണ് സോണിയാഗാന്ധി ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഈ അടൂർ പ്രകാശ് പറയുന്നത് നേരത്തെയും സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിട്ടുണ്ട് ഇവരെന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2019 എന്ന് പറയുമ്പോൾ ഒരു പരിങ്ങൽ അടൂർ പ്രകാശിന്റെ ഉണ്ട്. അതായത് 2019 മാത്രമല്ല സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. 2015-17 കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട്. അപ്പോ സോണിയാഗാന്ധി കോൺഗ്രസ് മറയ്ക്കുന്നത് എന്താണ്? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായിട്ട് പ്രചരിക്കുന്ന ചോദ്യമാണത്. മാത്രമല്ല BJP വളരെ കൃത്യമായിട്ട് ഈ സോണിയ ബന്ധം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കാണുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ആർക്ക് ഗുണം ചെയ്തു എന്ന് BJP പരിശോധിച്ചപ്പോൾ അത് കൃത്യമായിട്ട് UDF-നാണ് ഗുണം ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായി. അവർക്കൊരു ഗുണവും കിട്ടിയില്ല എന്ന് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഇതേ പാറ്റേൺ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇത് BJP-യെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിറക് കീറിയിട്ടൊരു കാര്യമില്ലാത്ത കാര്യമായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഗുണമില്ല. അവർ പണിയെടുക്കുന്നു, അതിൻ്റെ ഗുണം മുഴുവൻ ആർക്ക് കിട്ടുന്നു? കോൺഗ്രസിന് കിട്ടുന്നു. ഈ ഒരു പൊസിഷനിലാണ് അവർ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ പറയുന്നത് സോണിയാഗാന്ധിക്ക് ഇതിനകത്തുള്ള പങ്കെന്താണ് എന്ന് വ്യക്തമാക്കണം. കാരണം പോറ്റിയുമായിട്ട് പലവട്ടം സോണിയ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പല രേഖകളും ചിത്രങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഉത്തരം തേടിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. സോണിയക്ക് എന്താണ് ബന്ധം? പോറ്റി എന്തിനാണ് ഒന്നിലധികം പ്രാവശ്യം സോണിയെ കണ്ടിട്ടുള്ളത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അന്വേഷിച്ച് നടക്കുന്നത്. അതിന് കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് മറ്റുള്ളവരെല്ലാം ചെയ്യാവുന്നത് പോലെ തന്നെ ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് സർവ്വവ്യാപിയായി അയ്യപ്പനെ പോലെ എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ നേതാക്കളുടെ അടുത്തും. എവിടെയൊക്കെയാണ്? പിണറായി വിജയൻ്റെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട്. എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, അടൂർ പ്രകാശിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ആൻ്റോണിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് ആരെ കാണാം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണക്കളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ പ്രതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ കൂട്ടുപ്രതികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് SITക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് അതും നമ്മളുടെ മറ്റൊരു ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മാഷ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഇനി മാസങ്ങൾ നമുക്ക് കയ്യിലുണ്ടാവുന്ന മാസങ്ങളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. അപ്പൊ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ പിണറായി വിജയനെ കണ്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഒരു പക്ഷേ വല്ല പരിപാടി പങ്കെടുത്ത സമയത്ത് കണ്ടു കാണാം, അതിനും വ്യക്തത വേണം. കടകംപള്ളിയെ കണ്ടത് എന്തിനെന്നുള്ളതിന് കൃത്യമായ വ്യക്തത വേണം. ഇവിടെ ആന്റണി MP ആണ്, പിന്നെ സോണിയാഗാന്ധി MP ആണ്. ഈ സോണിയാഗാന്ധി ആന്റണി 2 MP-മാരാണ്. അപ്പൊ ഈ MP-മാരെ കണ്ടതിലെ MP-മാർക്ക് എന്താണ് ഈ ശബരിമലയിലെ ഒരു തന്ത്രിയോ മേൽശാന്തിയോ ആണെങ്കിലും ഒക്കെ
സോണിയാഗാന്ധിക്ക് പെട്ടെന്നൊരു ഹിന്ദു വിശ്വാസം ഉണ്ടായി, അയ്യപ്പനെ വിളിച്ചാലേ സോണിയാഗാന്ധിയുടെ അസുഖം മാറുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ തന്ത്രി വന്ന് വീട്ടിൽ വല്ല പൂജ നടത്തിയെന്ന് പറയാം. ഇതുവരെ സോണിയാഗാന്ധി റോമൻ കാത്തലിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് അവര്. സ്വന്തം നേതാക്കൾക്ക് പോലും കൊടുക്കാത്ത അപ്പോയിന്റ്മെന്റ് എന്തിന്റെ പുറത്തായിരിക്കാം അവര് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിനെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കില്ലേ? അവരതിന് ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥരാണ്. അവരതിന് പറയുന്നത് എന്തോ ചരട് ഒക്കെ പ്രസാദം കൊണ്ടുകൊടുക്കാൻ, പ്രസാദവും ചരടും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെ രോഗശാന്തി നൽകപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് അവരിൽ ചില ആളുകൾ പറയുന്നത്. അത് അവരുടെ പറച്ചിൽ മാത്രമാണ്, അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. കൃത്യമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക എന്നുള്ളത്. മറുപടി ഇല്ലെങ്കിൽ അത് കള്ളത്തരമല്ലേ? മറുപടി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മറുപടി ഇല്ലെങ്കിൽ അത് ദുരൂഹമാണ്, ഗൂഢമാണ്, രഹസ്യാത്മകമാണ്. അവിടെയൊക്കെ നടക്കുന്ന പരിപാടികൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഏതാണ്ട് 1000 കോടി രൂപയുടെ കച്ചവടം നടന്നു എന്ന് പറഞ്ഞു. അതിൽ 500 കോടിയുടെ കൈമാറ്റമൊക്കെ നടന്നു. ബാക്കി അടക്കം കൊണ്ടുപോകാൻ നിന്നപ്പം പറ്റിയില്ല, അതിനിടയ്ക്ക് ഇവിടെ പിടി വീണു എന്നാണ് പറയില്ലെങ്കിൽ അങ്ങേരും കൊണ്ടുപോയേനെ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ സോണിയാഗാന്ധിയും അതുപോലെ വെറും പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് പലവട്ടം അവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം നൽകാനായിട്ട് കോൺഗ്രസ് തയ്യാറാവേണ്ടി വരും. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിന്നിൽ എന്നായിരിക്കും. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പങ്കാളിയാർ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണെന്നായിരിക്കും BJP പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും മാഷ് അത് പറയുന്നതിൽ തെറ്റി പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ MP-മാരെയും MLA-മാരെയും UDF കൺവീനർ അടൂർ പ്രകാശിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിരിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, നമ്മൾ അദ്ദേഹത്തെ പരാമർശിക്കാനും പാടില്ല, ജീവിച്ചിരിക്കാത്ത ഒരാളെ. പക്ഷെ എങ്കിൽ പോലും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. അതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചിലപ്പോൾ അദ്ദേഹം മനസ്സ് പോലും അറിവുണ്ടാവില്ല. ഇയാൾ ഈ 2007 VS അച്യുതാനന്ദന്റെ കാലത്താണ് ഇയാൾ ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ കാട്ടുകള്ളനാണെന്ന് VS അച്യുതാനന്ദനും അറിയാൻ കഴിയില്ല, പ്രയാർ ഗോപാലകൃഷ്ണന് ഒരുപക്ഷെ അറിയാൻ കഴിയില്ല. അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ രീതികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ ഇയാൾ ഇവിടെ നിന്ന് ഇയാൾ അവിടെ എത്തിയതിന് ശേഷം ഇയാൾ ഒരു വെറും പരികർമ്മി, അതായത് ഒരു അടിച്ചുതളിക്കാരൻ കരുണാകരൻ എത്താൻ പറ്റാത്തയിടത്ത്, ഹിമന്ത് വിശ്വ ശർമ്മയ്ക്ക് എത്താൻ പറ്റാത്തയിടത്ത് ഒരു അടിച്ചുതളിക്കാരൻ എങ്ങനെ എത്തി എന്നുള്ള ഒരു വലിയ ചോദ്യം. അത് ജനങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി കോൺഗ്രസ് പറയണ്ടേ? അതെ, കോൺഗ്രസ് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. BJP ആത്യന്തികമായിട്ട് ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെ ഉത്തരം നൽകാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കുന്ന ഈ ചോദ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിട്ട് മാറുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ഒരു ദുരന്തമുണ്ടല്ലോ ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷത്തിനെതിരായിട്ട് രൂപപ്പെട്ട് വരുന്നതായിട്ടുള്ള വോട്ടേഴ്സിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റിൽ പാതി BJPക്ക് അനുകൂലമായിട്ട് അടുപ്പിക്കുക എന്നുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കൃത്യമായിട്ട് ഉത്തരം കോൺഗ്രസ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അടിപതറാനും കൂടിയുള്ള സാധ്യത ഇക്കാര്യത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.